അള്ളാഹ് എന്ന വിശ്വാസം ഒരു രുചികരമായി സ്വാധീനിക്കണം നമ്മളെ. അള്ളാഹ് എന്ന വിശ്വാസത്തെ നമ്മൾ ഒരു രുചികരമായി സ്വാധീനിക്കണം. ഒരു ഉസ്താദിന്റെ അടുത്ത് പഠിക്കുന്ന ശിഷ്യന്മാർ, ഉസ്താദും ശിഷ്യന്മാരും ഒരു രുചികരമായ ബഹുമാനം, ഒരു പേടിപ്പെടുത്തുന്ന ബഹുമാനമല്ല, ഒരു രുചികരമായ ബഹുമാനം. ഭാര്യയും ഭർത്താവും, ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, അവർ രണ്ടുപേരുടെയും മനസ്സ്, ആ ബന്ധം ഒരു രുചികരമാണ്. മുതലാളിയും തൊഴിലാളിയും, മുതലാളി തൊഴിലാളി ബന്ധം എങ്ങനെയായിരിക്കണം? അത് ഒരു രുചികരമായിരിക്കണം. ഈ തൊഴിലാളികളെ അധ്വാനമാണ് എൻ്റെ ബിസിനസിന്റെ നിലനിൽപ്പ്. ഈ മുതലാളികളെ സമ്പത്ത് മുടക്കിയിട്ടുണ്ടാക്കിയ ഈ സ്ഥാപനമാണ് എൻ്റെ കുടുംബത്തിന്റെ ആഹാരം. ഇതൊരു രുചികരമായി നിലനിൽക്കണം. ആരുമായിട്ടുള്ള ബന്ധങ്ങൾ അത് ഒരു രുചികരമായി നിലനിൽക്കുമ്പോൾ മാത്രമാണ്. എങ്ങനെ രുചികരമാവല്? ഓർക്കും തോറും അതിൻ്റെ രുചി വരൂലേ? ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം അല്ലേ. നമ്മളും ആഹാരവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? പലപ്പോഴും ഇങ്ങനെ നമ്മൾ അശ്രദ്ധയായിട്ട് ഉറങ്ങി തൂങ്ങി ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഇരിക്കുന്നവരോട് എന്നാ വരും കൈ കഴുകി എന്ന് പറഞ്ഞാൽ ആ കൈ കഴുകിയിട്ട് ചൂടുള്ള ബിരിയാണിക്ക് മുമ്പിൽ ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ട്? നമ്മുടെ മനസ്സും അതിൻ്റെ കൂടെ നിൽക്കുന്നു, ശരീരവും അതിൻ്റെ കൂടെ നിൽക്കുന്നു. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. നല്ല നെയ്ച്ചോറ്, നല്ല ഒരു ചൂടുള്ള നെയ്ച്ചോറ്, ഒരു ആവി ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല നെയ്ച്ചോറ്, ഒരു കണ്ണിമാങ്ങൻ്റെ അച്ചാർ, എങ്ങനെ ഉണ്ടാവും? എല്ലാവരും മലക്കുകൾ എഴുതാത്ത ഒരു തല ആട്ടിയിട്ടുള്ള മറുപടിയാണ്. എന്തുകൊണ്ട്? വായിൽ വെള്ളം നിറഞ്ഞു പോയി. ഈ ഭക്ഷണവും നമ്മളും തമ്മിലുള്ളത് എന്താണ്? ഒരു രുചികരമായ ബന്ധമാണ്. അപ്പൊ നമുക്ക് ആ ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, നല്ലൊരു നെയ്ച്ചോറിനെ കുറിച്ച് ഓർക്കുമ്പോൾ, നല്ലൊരു ബിരിയാണിയെ കുറിച്ച് ഓർക്കുമ്പോൾ, നല്ല ഒരു പഴത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിൻ്റെ ഒരു സന്തോഷം വരികയാണ്. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും തോറും നമ്മുടെ മനസ്സിൽ അല്ലാഹ് എൻ്റെ ഉമ്മാനെ എനിക്ക് തന്ന അല്ലാഹ്, അല്ലാഹ് എൻ്റെ ഉപ്പാനെ എനിക്ക് തന്ന അല്ലാഹ്, എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ നല്ല സൗകര്യം ചെയ്തു വെച്ച അല്ലാഹ്, 3 ഇഞ്ച് വീതിയിലും 11 ഇഞ്ച് നീളത്തിലുമുള്ള ആ ചെറിയ ഒരു ഇടം എനിക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച എൻ്റെ അല്ലാഹ്, ഞാൻ അതിൽ കിടന്നിട്ട് ഇങ്ങനെ വളർന്നപ്പോൾ, ഞാൻ അതിൽ കിടന്നിങ്ങനെ വളർന്നപ്പോൾ എൻ്റെ വളർച്ചക്കനുസരിച്ച് അതിനെ വികസിപ്പിച്ചു കൊണ്ടുവന്ന എൻ്റെ അല്ലാഹ്, ആ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് കണ്ണ് തന്ന അല്ലാഹ്, ആ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് സംസാരശേഷി തന്ന അല്ലാഹ്, ആ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് ഈ ശ്വാസോച്ഛ്വാസത്തിനുള്ള സൗകര്യം ചെയ്ത അല്ലാഹ്, ആ ഗർഭാശയത്തിൽ വെച്ച് എനിക്ക് കൈകൾ പടച്ച അല്ലാഹ്, ആ ഗർഭാശയത്തിൽ വെച്ച് എനിക്ക് കാലുകൾ നൽകിയ അല്ലാഹ്. യാ റബ്ബ്, വിലമതിക്കാൻ സാധിക്കാത്ത പാർട്സുകളെ കൊണ്ട് എൻ്റെ ശരീരത്തിന്റെ ഘടന പൂർത്തീകരിച്ച അല്ലാഹ്. യാ റബ്ബ് യാ അയ്യുഹൽ ഇൻസാനു മാ ഗർറക ബിറബ്ബിക്കൽ കരീം الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك